ഹലോ. മണി പ്ലാന്റ് എങ്ങനെ ബുഷിയായിട്ട് വളർത്താമെന്ന് നോക്കിയാലോ? ആദ്യം തന്നെ പോട്ടിംഗ് മിക്സ് എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയും മണ്ണും ചേർത്ത് മിക്സ് എടുക്കുക. പിന്നെ പെർലൈറ്റ് ഉണ്ടെങ്കിൽ പെർലൈറ്റും കൂടി ഇടാം കേട്ടോ. എനിക്ക് പെർലൈറ്റ് കിട്ടിയില്ല, അതുകൊണ്ട് തൽക്കാലം ഞാൻ പെർലൈറ്റ് ഇടുന്നില്ല. പെർലൈറ്റ് ഈ വായു സഞ്ചാരത്തിനൊക്കെ നല്ലതാണ്. പിന്നെ അടിയിൽ പോട്ടിൻ്റെ അടിയിൽ കുറച്ച് കല്ലോ ചരലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുക. വെള്ളം ഈസിയായിട്ട് വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ മണി പ്ലാന്റ് ഓരോ ലീഫായിട്ട് കട്ട് ചെയ്തെടുക്കുക, അതായത് ഓരോ നോഡ് വെച്ചിട്ട്. ഓരോ നോഡും ഓരോ ലീഫായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിനകത്തൊരു ചെറിയ വേര് പോലെയും കാണും. അപ്പോൾ അതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മണ്ണിൽ പ്രസ് ചെയ്ത് ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൽ നിന്ന് ഓരോ നോഡിൽ നിന്നും പുതിയ പുതിയ ഇലകൾ വരും. അപ്പോൾ ഇത് ഫുള്ള് വളർന്നു വരുമ്പോഴത്തേക്ക് നല്ല ബുഷിയായിട്ടിരിക്കും. എനിക്ക് 2-3 സെറാമിക് പോട്ട് ഇതുപോലെ ഉണ്ടായിരുന്നു. അപ്പം ഞാനതിൽ എല്ലാം ഇതുപോലെ മണി പ്ലാന്റ് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുകയാണ്. 2-3 സൈസ് മണി പ്ലാന്റ് ഇവിടെ ഉണ്ട്. അത് ഞാൻ വേറൊരു സൈസും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. ഇത് വളർന്നു വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ടേബിൾ ടോപ്പിലൊക്കെ വെക്കാൻ നല്ലതായിരിക്കും. ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ, അതുപോലെ ഷോക്കേസിലും അങ്ങനെയൊക്കെ ഉള്ളിടത്ത് വെക്കാൻ നല്ലതായിരിക്കും. പിന്നെ ഇതിൻ്റെ വളർച്ചയ്ക്ക് നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. കഞ്ഞിവെള്ളം നല്ലൊരു ഫെർട്ടിലൈസറാണ്. ഇതിൻ്റെ ഗ്രോത്തിനൊക്കെ നല്ലതാണ്. സ്പ്രേ ചെയ്തോ ഡൈല്യൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്തോ അല്ലാതെ ഒഴിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ.